നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഇൻഫർമേഷനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ചില വീഡിയോസൊക്കെ ഷെയ്ക്ക് ഉണ്ടാവും. ഷെയ്ക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ആദ്യത്തെ കുറച്ച് പോർഷനിൽ അതിങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു ആ വീഡിയോ മൂവ് ആകുന്നതോറും കുഴപ്പമില്ലാതെ വരുന്നു. പിന്നെ ഇതിൻ്റെ എൻഡിൽ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് കാണാം ആ വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ടാവും. ഞാൻ ഈ കൈ കൊണ്ട് എടുത്ത ഫോണാണ്. അപ്രതീക്ഷിതമായിട്ട് എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് അതങ്ങനെ ഷെയ്ക്ക് ആയത്. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡൊന്നും ഇല്ലായിരുന്നു. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. യൂട്യൂബിൽ ചാനൽ ചെയ്യുമ്പോഴത്തേക്കിന് യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോഴത്തേന് പലർക്കും ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ആപ്പുകളുണ്ടാവും. ക്യാപ് കട്ട് അങ്ങനെയുള്ള ആപ്പുകളുണ്ടാവും. ആ ആപ്പിനകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതിന് പൈസ കൊടുത്താൽ, അതായത് പ്രീമിയം നമ്മൾ കസ്റ്റമർ ആയെങ്കിൽ, നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ വീഡിയോസ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഫീച്ചർ ആ വീഡിയോസിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിന് കോസ്റ്റ് ആവണം. അതിൽ മന്ത്ലി നമ്മൾ ഒരുപക്ഷെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തെന്ന് വരികയുള്ളൂ. അത് മാത്രമല്ല, ചില വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ലതാണെങ്കിൽ പോലും ഒരുപക്ഷെ ആ വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ കാണാൻ സാധ്യതയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീഡിയോയ്ക്ക് ഇപ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ കൂടി അതിനകത്തുള്ള കണ്ടന്റ് ബേസ്ഡ് ആണെങ്കിൽ ആൾക്കാർ കാണാൻ പറ്റും. എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോയെ കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാം. അത് എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇത് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പൈസ മുടക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു ഫീച്ചർ അങ്ങനെ ഉണ്ടെന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ എല്ലാവർക്കും ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകും. അതുവഴി നമുക്കിത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ഫോണിനകത്ത് ഗൂഗിളിൻ്റെ വേണ്ടി മാത്രം വന്നിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാണുന്ന ഒരു ഓപ്ഷനാണ് ഫോട്ടോസ് എന്നുള്ളത്. ആ ഫോട്ടോസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ നമുക്ക് വരും. അതായത് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ എടുത്തേക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ 28 സെക്കൻഡുള്ള ഈ വീഡിയോ ആണ് ഞാനിപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക്. ആ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ഓപ്ഷനാണ് സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഫീച്ചർ ഗൂഗിൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഫീച്ചറാണ്. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും. അതിനൊരു ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് 2 GB 3 GB 5 GB എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലിനകത്തൂടെ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് നല്ലൊരു വീഡിയോ നിങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അതിൽ കുറച്ചൊക്കെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നല്ലൊരു ആപ്പൊക്കെ നിങ്ങൾ ക്യാഷ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാലഞ്ചസ് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ ന്യൂലി വീഡിയോസൊക്കെ ഇടുന്നവർക്ക് ഇതും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ ആ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാകും എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനുകളുണ്ട്. എൻഹാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻഹാൻസ് ഓപ്ഷൻ. ആ എൻഹാൻസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ സ്പീഡ് കൂട്ടാൻ പറ്റും. ആ വഴി വീഡിയോയ്ക്ക് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓഡിയോ വേണമെങ്കിൽ ട്രിം ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്തുനിന്ന് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചേക്കുന്നത് സ്റ്റെബിലൈസും എൻഹാൻസും എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പിന്നെ സേവ് എ കോപ്പി കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വലിയ സൈസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലെടുക്കുന്ന സമയം കുറച്ച് കൂടുതലായിരിക്കും. ചില സമയത്തൊക്കെ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ എടുക്കുന്ന വരാം. ഇതിപ്പം ചെറിയൊരു വീഡിയോ 28 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും എന്താണ് എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇതിപ്പോൾ അത് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. സോ ഇപ്പം ആ വീഡിയോ ഇതായിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിക്കാൻ പോകും. അപ്പം നിങ്ങൾക്ക് ആ ഷേക്ക് ഇപ്പോൾ കാണാമല്ലോ. ഇപ്പം നമുക്ക് ആ ഷേക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ വീഡിയോ സ്റ്റെബിലൈസ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ. അത് ആ സമയത്ത് പിന്നെ ആപ്പിളിൻ്റെ ഫോണോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫോണിനകത്തൊക്കെ ഇൻബിൽട്ട് ആയിട്ട് ആ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാവും. സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ DSLR ക്യാമറയിലോ ഗോപ്രോയുടെയൊക്കെ ക്യാമറയിൽ നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചാലഞ്ചസ് ഉണ്ടാകാൻ പറ്റില്ല. സാധാരണ ഒരു മിനിമൽ ഫെസിലിറ്റീസ് സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇത് സേവ് ആയതിനു ശേഷം നമ്മളുടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലത്തെ 2 വീഡിയോസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, 28 മിനിറ്റിൻ്റെ ഒരു 28 സെക്കൻഡിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇതാണ് അതിൻ്റെ ഒറിജിനൽ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ 2 വീഡിയോ നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യത്തെ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെബിലൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്കിപ്പോൾ ആ ഷേക്ക് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലോ നമ്മളെടുത്ത വീഡിയോയുടെ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഒറിജിനൽ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഷേക്ക് കണ്ടോ? ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ തന്നെ
ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇതിന് ജസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ജിമെയിൽ അഡ്രസ്സ് മാത്രം മതി. അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഞാനെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ പോവുക, ഇത് സ്റ്റെബിലൈസ് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ക്യാപ് കട്ടോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ നമ്മൾ പൈസ ഉപയോഗിച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. അങ്ങനെയുള്ള ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.